ഹേ ഗായ്സ്, BCUTസിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം BC. ഡെന്നിസ് വില്ലന്യൂവിന്റെ ഡയറക്ഷനിൽ ടിമോത്തി ഷാലമേറ്റ്, സിൻഡയ, റെബേക്ക ഫെർഗസൺ, ഫ്ലോറൻസ് പ്യൂ, ജോഷ് ബോളൻ പോലുള്ള താരങ്ങൾ അണിനിരന്ന് ഇന്ന് റിലീസിനെത്തിയ സിനിമയാണ് ഡ്യൂൺ പാർട്ട് 2. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2021 വന്ന ഡ്യൂൺ എന്ന സിനിമയുടെ സീക്വലായിട്ട് വന്നൊരു സിനിമയാണ് ഇപ്പോൾ വന്ന ഡ്യൂൺ പാർട്ട് 2 എന്ന സിനിമ. ഡ്യൂൺ എന്ന സിനിമ അന്ന് ഇറങ്ങിയപ്പോൾ തിയേറ്ററിൽ പോയി കാണാൻ കഴിഞ്ഞില്ല. സോ പിന്നെ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ സിനിമയുടെ ആ ഒരു വിഷ്വലും സിനിമയുടെ ആ ഒരു സ്റ്റോറി എല്ലാം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഫസ്റ്റ് പാർട്ട് നോക്കുകയാണെങ്കിൽ കൂടുതലും ഒരു എന്താ പറയുക, ഒരു മേഘമൂട്ടത്തിൽ നിന്ന് കട പറയും പോലെയാണ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവുക. ഒന്നും തന്നെ വിട്ട് പറഞ്ഞിട്ടുണ്ടാവത്തില്ല. ഒരു മുഴുനീള ചിത്രം കണ്ടൊരു സംതൃപ്തി തരത്തില്ല ആ പടം. സോ അങ്ങനെ കണ്ടവരായിരിക്കും മിക്കവരും ഫസ്റ്റ് പാർട്ടിൽ ഭയങ്കര എന്താ പറയുക, ആ ഒരു സെറ്റിങ്സും ആ ഒരു സിനിമയുടെ ആ ഒരു വിഷ്വൽ ബ്യൂട്ടിയൊക്കെ വളരെ വലുതാണ്. പക്ഷെ പടത്തിന്റെ സ്റ്റോറി നോക്കുകയാണെങ്കിൽ ഭയങ്കര വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. അവിടെ കുറച്ച് ഗ്ലിംസ് ആയിട്ടായിരിക്കും സ്റ്റോറി പറഞ്ഞിട്ടുണ്ടാവുക. സോ എനിക്ക് പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ അതുകൊണ്ടാണ് സെക്കൻഡ് പാർട്ട് ഒന്ന് കാണാൻ പോയത്. ആൻഡ് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഫസ്റ്റ് പാർട്ടിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരുന്നുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയ കാര്യങ്ങൾ, അതിനൊക്കെ ഒരു ക്ലാരിറ്റി തരും പോലെയാണ് സെക്കൻഡ് പാർട്ട് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് വളരെ ഫ്ലോ ആയിട്ടുള്ള ഒരു സിനിമ കാണാൻ കഴിയുന്നത്. സ്റ്റോറി ബേസിൽ സ്റ്റോറിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തൊരു സിനിമയാണ് ഡ്യൂൺ പാർട്ട് 2. ഇതൊരു മുഴുനീളൊരു ആക്ഷൻ സിനിമയായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ആക്ഷൻ ഇല്ല എന്നല്ല, പടത്തിൽ ആക്ഷൻ ഉണ്ട് എങ്കിൽ പോലും സ്റ്റോറിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറി ആ ഒരു പ്ലോട്ട് നോക്കിയാണ് സിനിമ പൊക്കോണ്ടിരിക്കുന്നത്. ഈ സിനിമയ്ക്കകത്ത് നോക്കിയാണെങ്കിൽ ഒരു 100,000 പ്ലോട്ടുകളുണ്ട്. ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ ക്യാരക്ടേഴ്സിനും പ്ലോട്ടുകളുണ്ട്. പക്ഷെ അത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്യൂച്ചറിൽ വേണമെങ്കിൽ പ്ലോട്ടുകൾക്കെല്ലാം തന്നെ ഒരു സിനിമ എടുത്താൽ 10-100 സിനിമ എടുക്കാം. അത്രമാത്രം കഥകൾ സിനിമയ്ക്കകത്തുണ്ട്. അതിപ്പം ടിമോത്തിയെ അഭിനയിച്ച പോൾ എന്ന കഥാപാത്രം ആയിക്കോട്ടെ, ടിമോത്തിയുടെ അമ്മയുടെ കഥാപാത്രം ആയിക്കോട്ടെ, ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങൾക്കും അവരുടെ ബാക്ക് സ്റ്റോറിക്ക് എല്ലാം തന്നെ സിനിമയ്ക്കകത്ത് വളരെ വളരെ സ്കോപ്പുകളുണ്ട്. ഇവിടെയൊക്കെ പെർഫോമൻസ് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. സിനിമയുടെ ടെക്നിക്കൽ ടീമിന് വളരെ വളരെ വലിയൊരു എന്താ പറയുക, ഒരു പ്രശംസ കൊടുത്തേ പറ്റൂ. ഞാൻ പടം ഭയങ്കര ഒരു ലാർജ് സ്കെയിലാണ് പടത്തിന്റെ. ആ പടത്തിന്റെ വിഷ്വൽ ബ്യൂട്ടി ആയിക്കോട്ടെ, പടത്തിൽ വരുന്ന വലിയ വലിയ മെഷീനറീസ് ആയിക്കോട്ടെ, എല്ലാം തന്നെ ഭയങ്കര മെസ്മറൈസ് ചെയ്യുന്ന ഒരു വിഷ്വലാണ്. അത്രയും ഡീറ്റെയിലിംഗ്, നമുക്ക് VFX ആണോ ഇതിനു വേണ്ടി ഒരു ഉണ്ടാക്കിയതാണോ എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരുപാട് മിഷനറീസ് കാണാൻ പറ്റും. അതിന്റെ അടുത്ത് ഒരാളൊന്ന് നിൽക്കാൻ നേരത്ത് അതിന്റെ ആ ഒരു വലിപ്പമൊക്കെ കാണാൻ നേരത്ത് നമുക്ക് ഞെട്ടിപ്പോകും. ഇതൊരു ആക്ച്വലി VFX ചെയ്തതാണോ, ഇനി അത് ഇവര് ഇതിനു വേണ്ടി മെക്കാനിക് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തതാണോ എന്ന് തോന്നുന്ന രീതിക്കുള്ള ഒരുപാട് വിഷ്വൽസും ഒരുപാട് എന്താ പറയുക മെക്കാനിക്കലായിട്ടുള്ള വെഹിക്കിൾസും എല്ലാം പടത്തിന്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പടത്തിന്റെ മ്യൂസിക്കിനെ കുറിച്ച് പറയണം. ഹാൻസ് സിമ്മറാണ് ഈ പടത്തിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ അത്ര എന്താ പറയുക തെളിഞ്ഞു കാണുന്ന മ്യൂസിക് അല്ല പടത്തിന്. എന്താ പറയുക, ഭയങ്കര സൈലൻസ് ഉണ്ടാകും പടത്തിന്റെ അകത്ത്. അതിനുശേഷമാണ് അത് എലിവേറ്റ് ചെയ്യുന്നത്. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ മ്യൂസിക്, ഹാൻസ് സിമ്മറിന്റെ മ്യൂസിക് നിങ്ങൾക്ക് തന്നെ അറിയാം എങ്ങനെയുള്ളതാണെന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സോ അതുപോലുള്ള ടൈപ്പ് പടത്തിന്റെ അകത്ത് ഒരുപാട് സ്ഥലങ്ങൾ വരുന്നുണ്ട്. പക്ഷേ കൂടുതലും എനിക്ക് സൈലൻസ് വരുന്നിടത്തൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു പിരിമുറുക്കങ്ങളുണ്ട്, അതും വളരെ നന്നായിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ആക്ടേഴ്സ് അവരുടെ ജോലി എന്താ പറയുക നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പെർഫോമൻസ് വൈസ് എല്ലാവരും ബ്യൂട്ടിഫുൾ ആക്കിയ ഒരു സിനിമയാണ് ഡ്യൂൺ പാർട്ട് 2 എന്ന് പറഞ്ഞ സിനിമ. ഇതൊരു മുഴുനീളൊരു ആക്ഷൻ സിനിമ അല്ല, പക്ഷെ സ്റ്റോറിക്ക് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പോയൊരു സിനിമ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. പടത്തിന്റെ അകത്തെ ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഭയങ്കരമായിട്ട് എക്സാജറേറ്റ് ചെയ്യുന്നില്ല. കഥ പറയുന്ന ഫ്ലോയിൽ ട്വിസ്റ്റും റിവീൽ ചെയ്ത് പോകുന്നു എന്നുള്ളത് ഭയങ്കര സംഭവമാണ്. കാരണം സാധാരണ ഒരു സിനിമയ്ക്കകത്ത് ഒരു ട്വിസ്റ്റ് ഉണ്ടെങ്കിൽ ആ ട്വിസ്റ്റ് മാത്രമായിരിക്കും സിനിമ. ആ ട്വിസ്റ്റ് ഓപ്പൺ ആവുന്നതിലേക്ക് സിനിമ എന്തോ ഒരു സംഭവം നിൽക്കുന്നത്. പക്ഷെ സിനിമയ്ക്കകത്ത് 2-3 ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് ഓപ്പൺ ആവാൻ നേരത്ത് നമുക്കത് എന്ന് തോന്നും, പക്ഷെ അത് സിനിമ അത്രയും എക്സാജറേറ്റ് ചെയ്യുന്നില്ല. ഭയങ്കര ഫ്ലോയിൽ ഭയങ്കര ഒരു ഒഴുക്കിൽ പോകും പോലെ പോകുന്നുണ്ട്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കുറച്ച് സ്ലോ ആണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള സിനിമകൾ ആക്ച്വലി അങ്ങനെ പോയിട്ട് കാര്യമുള്ളൂ. ഈ സിനിമ രാഷ്ട്രീയം, സിനിമയ്ക്ക് അകത്തുള്ള രാഷ്ട്രീയം, പുറത്തുള്ള രാഷ്ട്രീയം എല്ലാം ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് നോക്കുകയാണെങ്കിൽ ഒരു നോവലിനെ ബേസ് ചെയ്ത് വന്നൊരു സിനിമയാണ്. ആക്ച്വലി നോവൽ വായിച്ചിട്ടില്ല. സോ എല്ലാവരും പറയുന്നത് ഈ ഒരു സിനിമ നോവലിനോട് അടുത്ത് നിൽക്കുന്ന ഒരു അഡാപ്റ്റേഷൻ ആണെന്ന് പറയുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. ഈ നോവൽ വായിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ നോവലാണുള്ള സ്റ്റാർ വാർസ് പോലുള്ള സീരീസിനൊക്കെ ഇൻസ്പിറേഷൻ ആയ ഒരു നോവലാണ് ഇതൊക്കെ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഇത് ഭയങ്കര ഒരു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമുള്ള ഒരുപാട് വിഷ്വൽസ് ഉള്ള, പക്ഷേ സ്റ്റോറിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത്. കാരണം ഇങ്ങനെയുള്ള വലിയ ഒരു സിനിമയ്ക്കകത്ത് സ്റ്റോറി എങ്ങനെയാണോ പോട്ടെന്ന് വിചാരിക്കും, പക്ഷെ ആ സ്റ്റോറിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് എടുത്തുകൊണ്ട് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ആൻഡ് ആ ഫസ്റ്റ് പാർട്ടിനെ ജസ്റ്റിഫൈ ചെയ്യുമ്പോഴുള്ള ഒരുപാട് കാര്യങ്ങൾ സെക്കൻഡ് പാർട്ടിൽ വെച്ചിട്ടും ഉണ്ടാവും എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു രീതി കാണാം. അതുവരേക്കും വിഷ്ണു ചന്ദ്രൻ സൈനിങ് ഓഫ്.